കോഴിക്കോട് വിജിൽ തിരോധാന കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിജിലിന്റെ സുഹൃത്തുക്കളായ ദീപേഷ്, നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. 6 വർഷം മുൻപ് കാണാതായ എലത്തൂർ സ്വദേശി വിജിലിനെ 3 സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിട്ടു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അമിത അളവിൽ ലഹരി മരുന്ന് നൽകിയതിനെ തുടർന്ന് വിജിൽ ബോധരഹിതനായി. മരണം ഉറപ്പാക്കിയ ശേഷം സുഹൃത്തുക്കൾ കുഴിച്ചിടുകയായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ ഒരിടത്ത് കുഴിച്ചിട്ടെന്നാണ് യുവാക്കളുടെ മൊഴി. കേസിലെ 3-ാം പ്രതി രഞ്ജിത്ത് ഒളിവിലാണ്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. വിജിൽ തിരോധാന കേസിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നു. സുഹൃത്തിനെ കുഴിച്ചിട്ടു എന്ന് വിജിലിന്റെ മറ്റു 3 സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നു. എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? എന്തിനാണ് ഈ പാതകം ചെയ്തത്? ഇതിൽ ലഹരി അതിന്റെ ഉപയോഗമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പോലീസ് നൽകുന്ന ഒരു ചിത്രം എന്താണ്? പ്രജിൻ 2019 വിജിലിനെ കാണാതായത്. അതിനെ തുടർന്ന് കുടുംബം പരാതി നൽകിയ സമയത്ത് അന്ന് കൂടെ ഉണ്ടായിരുന്ന എങ്ങോട്ടാണ് പോയതെന്ന പോലീസിന്റെ അന്വേഷണത്തിൽ ഈ 3 പ്രതികൾ, അതായത് 1-ാം പ്രതി നിഖിലിനൊപ്പമാണ് ഇവൻ പോയത്, അതായത് കാണാതായ വിജിൽ പോയത് എന്ന ഒരു ഇൻഫർമേഷൻ പോലീസിന് ആദ്യഘട്ടം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിഞ്ഞില്ല. നിലവിൽ കഴിഞ്ഞ 3-4 ദിവസമായി ഈ കേസിന്റെ പിന്നിലായിരുന്നു എലത്തൂർ പോലീസ് സംഘം ഉണ്ടായിരുന്നത്. ആ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഒരു തിരോധാന കേസിൽ നിർണായകമായ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് പോയിട്ടുള്ളത്. 3 പേർ ചേർന്ന്, അതായത് സുഹൃത്തുക്കളായ 3 പേർ ചേർന്ന് കുഴിച്ചിട്ടു എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതായത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇവർ ഒരുമിച്ച് മദ്യപിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അതിനിടയിൽ ബ്രൗൺ ഷുഗർ അമിത അളവിൽ ഈ വിജിലിനെ കുത്തിവെക്കുന്നു. അങ്ങനെ വിജിലിൻ്റെ ബോധം പോകുന്നു. ബോധം പോയതിന് പിന്നാലെ വിജിലിനെ അവർ അവിടെ നിന്നും തട്ടി വിളിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ബോധം വരുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ ബോധം വന്നില്ല. അതിന് പിന്നാലെ അവർ അവിടെ നിന്നും പോകുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ 3 പേരും എത്തി വിജിൽ മരിച്ചെന്ന് ഉറപ്പുവരുത്തിയത്. ആ ഉറപ്പുവരുത്തിയതിന് ശേഷം അവിടെ കോഴിക്കോട് നഗരത്തിലെ, ഇപ്പോൾ സ്ഥലം പ്രത്യേകിച്ച് നമ്മൾ പറയുന്നില്ല, കോഴിക്കോട് നഗരത്തിലെ ഒരിടത്താണ്, ചതുപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്താണ്. ആ ചതുപ്പ് പ്രദേശത്ത് കല്ലിൽ കെട്ടി കുഴിച്ചിടുകയായിരുന്നു എന്നാണ് ഈ പ്രതികൾ തന്നെ മൊഴി നൽകിയിട്ടുള്ളത്. കൊലപാതകം നടത്തണമെന്ന ഒരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകമല്ല, ഇത്തരത്തിൽ അമിത അളവിൽ മയക്കുമരുന്ന് നൽകി അതിന് പിന്നാലെ ബോധം പോകുന്നു. ബോധം പോയി 2 ദിവസം കഴിഞ്ഞ് ഈ സ്ഥലത്ത് വന്ന് നോക്കി ഈ മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് ഈ പ്രതികൾ നൽകിയിട്ടുള്ള മൊഴി. ഇപ്പോൾ കേസിൽ പിടിയിലായിട്ടുള്ളത് 1-ാം പ്രതി നിഖിലും 3-ാം പ്രതി ദീപേഷുമാണ്. ഇനി 2-ാം പ്രതി രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത് ഒളിവിലാണ്. രഞ്ജിത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ സംഘമുള്ളത്. 2019 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. എന്തു തന്നെയാലും മയക്കുമരുന്ന് തന്നെയാണ് ഇതിലും വില്ലനായിട്ടുള്ളത്. അമിത അളവിൽ ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്നു. അങ്ങനെ വിജിലിന് ബോധം പോകുന്നു. ബോധം പോയതിന് പിന്നാലെ ഇവർ അവിടെ നിന്ന് സ്ഥലം വിടുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് എത്തി ഈ മൃതദേഹം കുഴിച്ചിടുന്നു. ഇതാണ് ഈ കേസ്. പ്രജിൻ. യെസ്, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.